മാറ്റത്തിലേക്ക് നമ്മൾ 3 മാസം മുമ്പ് ഒരുപാട് വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ തിക്കിനെ സംബന്ധിച്ചും തള്ളിനെ സംബന്ധിച്ചും ഒക്കെ കൊടുത്ത ചില വാർത്തകൾ കണ്ടു. അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ലെങ്കിൽ ദയവായി ഈ തിക്കും തിരക്കിനെ സംബന്ധിച്ച് ഒരു വാർത്ത കൊടുക്കണമെന്ന് പ്രിയപ്പെട്ടവരോട് പറയാൻ ആഗ്രഹിക്കുന്നു. മാറ്റത്തിലേക്ക് നമ്മൾ 3 മാസം മുമ്പ് ഒരുപാട് വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. നമസ്കാരം. കേരളത്തിൽ 2 മുന്നണികളുടെ യാത്രകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന് LDFിൻ്റെതാണ്, ഒന്ന് നമ്മുടെ UDFിൻ്റെ ആണ്. LDFിൻ്റെ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് MV ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ യാത്ര KM മാണിയുടെ മകൻ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ യാത്ര LDFിൻ്റെ തന്നെ ബിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. 3 മേഖലാ യാത്രകളാണ് നിശ്ചയിച്ചത്. ഇവിടെയെല്ലാം തന്നെ നമ്മളെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം, എവിടെയും പിണറായി വിജയൻ്റെ ഒരൊറ്റ പോസ്റ്റർ പോലും യാത്രക്കിടയിൽ ഒട്ടിച്ചിട്ടില്ല. പിണറായി വിജയന്റെ വലിയ കട്ടൗട്ടറില്ല. മുമ്പ് പിണറായി വിജയന്റെ ഫോട്ടോ വെച്ചിട്ടാണ് ഇലക്ഷനൊക്കെ നേരിടാറുള്ളത്. ഈ യാത്രയിൽ പോലും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്നാൽ പിണറായി വിജയൻ അത്രയും വിസർജ്യ വസ്തുവായി LDFിന് പോലും വന്നു ചേർന്നിരിക്കുന്നു. ജനങ്ങൾ അത്രയ്ക്കും വെറുത്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇതിനിടയിൽ കാസർഗോഡ് ആരംഭിച്ച UDFിന്റെ യാത്ര UDFിനെ പോലും ഞെട്ടിച്ചു, LDFിനെ ഞെട്ടിച്ചു എന്നുള്ള സത്യം. പക്ഷെ UDFിനെ ഞെട്ടിക്കുന്നത് ജനം എവിടുന്നാണ് ഇത്ര ഒഴുകിയെത്തുന്നത്, അതിൽ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് UDF. അവർ കരുതിയിരുന്ന ഒരു കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഒരു ഇലക്ഷൻ വിജയം മലബാർ മേഖലയിൽ UDFിന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും കോഴിക്കോട് ജില്ലയിൽ അങ്ങനെ ഉണ്ടായ ഒരു മാറ്റം LDFിനെ വല്ലാതെ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കോഴിക്കോട് ജില്ല ഭദ്രമായിരുന്നു. അവർക്ക് ഒരു 11 സീറ്റ്, മിനിമം 10 സീറ്റ് എന്നാണ്. പക്ഷെ തിരിച്ചിട്ടാണ് ഇപ്രാവശ്യം 10 സീറ്റ് UDFിനും 3 സീറ്റ് LDFിനുമായി. അതും നേരിയ മാർജിനാണ് LDFിന് മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്. എല്ലാ സ്ഥാനങ്ങളും അവർ നേടിയെടുത്തു. കോഴിക്കോട് കോർപ്പറേഷൻ നിസ്സാരമായ ഒരു വോട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കൈവിട്ടു പോയത്. ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷൻ UDFിന്റെ കൈവശമായിരുന്നു. എന്താണ് സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല. കേരളം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങിയിരിക്കുന്നു. അവർ പാർട്ടി അണികൾ തന്നെ നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. ഗോവിന്ദന്റെ യാത്രയിൽ അതാണ് നടക്കുന്നത്. ഇതിനിടയിൽ വീണ് കിട്ടിയ ഒരു സംഭവമാണ് ഇന്നലെ ഷാഫി പറമ്പലുമായി ബന്ധപ്പെട്ട ഒരു വിവാദം. ആ വിവാദത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ കൊടുക്കുന്നത്. അതൊന്ന് കണ്ടു നോക്കാം. ഏറ്റവും നമ്മുടെ പ്രിയപ്പെട്ട MP ഷാഫി പറമ്പിൽ നിങ്ങളോട് സംസാരിക്കും. കണ്ടല്ലോ, കുറ്റ്യാടിയിൽ നടന്ന ഈ ഒരു പരസ്പരമുള്ള ആശയവിനിമയത്തിൽ വന്ന ചെറിയ തർക്കത്തെ പർവ്വതീകരിച്ച് ഇന്ന് ദേശാഭിമാനി കൊടുത്ത വാർത്ത ഒന്ന് വായിക്കണ്ടേ. അധ്യക്ഷത്തിന്റെ കഴുത്ത് ഞെരിച്ച് ഷാഫി മറഞ്ഞു വീണ് മുല്ലപ്പള്ളി. എന്തു രസകരമായ തലക്കെട്ടാണ്. സതീശന്റെ ജാഥയിൽ കയ്യാങ്കളി. ഞാൻ അത് തന്നെയാണ് തമ്പും ടൈറ്റിലും കൊടുക്കുന്നത്. ഈ ദേശാഭിമാനിയുടെ കള്ളവാർത്ത പൊളിക്കാൻ വേണ്ടി അതേ തമ്മിനെ തമ്പും ടൈറ്റിലാണ് കൊടുക്കുന്നത്. അതെന്താണ് പറഞ്ഞിരിക്കുന്നതൊക്കെ ഞാൻ എൻ്റെ വീഡിയോയുടെ തമ്പ് കൊടുത്ത ടൈറ്റിലും ദേശാഭിമാനിയിലെ ഈ വരികൾ ഉപയോഗിച്ചിട്ടാണ്. അതോടൊപ്പം ഞാൻ എന്താ ഉണ്ടായിരിക്കും നോക്കാം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDF ജാഥയിൽ ആദ്യം പ്രസംഗിക്കാൻ ക്ഷണിക്കാത്ത അരിശം കൊണ്ട് അധ്യക്ഷന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് തള്ളി ഷാഫി പറമ്പിൽ MP ജാഥ കുറ്റ്യാടിയിൽ എത്തിയപ്പോഴാണ് കോഴിക്കോട് നേതൃത്വ തർക്കങ്ങൾ ഏറ്റുമുട്ടിലെത്തിയത്. അധ്യക്ഷനായിരുന്ന DCC സെക്രട്ടറി പ്രമോദ് കക്കട്ടിലാണ് സതീശനെത്തിയതോടെ അദ്ദേഹത്തെ പ്രസംഗിക്കാൻ വിളിച്ചത്. സംസാരിക്കാനായി മൈക്കിനടുത്ത് എത്തിയ ഷാഫി ഇതോടെ ലഭ്യനായി. താനായിരുന്നില്ലേ സംസാരിക്കേണ്ടതെന്ന് ആക്രോശിച്ചു. അധ്യക്ഷനെ തള്ളി മാറ്റി പാറക്കൽ അബ്ദുള്ള DCC പ്രസിഡന്റ് പ്രവീൺ കുമാറും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതിന് വഴങ്ങിയിൽ അടക്കി വേദിയിൽ നിന്നിറങ്ങി പോകാൻ ശ്രമിച്ചു. നേതാക്കൾ ഇടപെട്ട് അനുനയിപ്പിച്ചാണ് സതീശന്റെ പ്രസംഗം കഴിയുന്നവരെ വേദിയിൽ നിരത്തിയത്. ഇനി ഞാൻ പ്രസംഗിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ചു. എന്നിട്ടും ഷാഫിയെ പ്രസംഗിക്കാനായി വിളിക്കാൻ മൈക്കിനടുത്തേക്ക് പോയ അധ്യക്ഷനെ പിന്നിൽ നിന്ന് കഴുത്തിൽ ചുറ്റിപ്പിടിച്ചാണ് ഷാഫി തടഞ്ഞത്. വേദിയിൽ നിൽക്കുന്ന 82 വയസ്സുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ പിടിവലിക്കിടയിൽ പിന്നിലേക്ക് മറഞ്ഞു വീണു. മുതിർന്ന നേതാവ് നിലത്ത് വീണിട്ടും ആരും ശ്രദ്ധിച്ചില്ല. ഒടുവിൽ ഒരുവിധം
നിമിഷം മൈക്കിനരികിലെത്തിയ പ്രമോദ് കക്കാട്ടിൽ ഷാഫിയെ പ്രസംഗിക്കാൻ ക്ഷണിച്ചു. താൻ പ്രസംഗിക്കുന്നില്ലെന്ന് പറഞ്ഞ് തുടങ്ങിയ ഷാഫി ഒറ്റവരിയിൽ പ്രസംഗം അവസാനിപ്പിച്ചു. അതായത് ഏതെങ്കിലും ചെറിയൊരു അംശമുണ്ടെങ്കിൽ അത് പർവ്വതീകരിച്ച് UDF മുന്നണിയിൽ വലിയ തർക്കമാണ്, ജാഥയ്ക്കിടയിൽ വലിയ തർക്കമാണ്, ഷാഫിയും സതീശനും തമ്മിൽ തർക്കമാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന വീഡിയോയിൽ എന്താണ് നടന്നിട്ടുള്ളതെന്ന് കാണാം. അതിനുശേഷം ഷാഫി പറമ്പിലിന്റെ പ്രസംഗം പൂർണ്ണ രൂപത്തിൽ കാണാം. അതിന്റെ ചെറിയൊരു ഭാഗമാണ് തുടക്കത്തിൽ കൊടുത്തുള്ളത്. അതേപോലെ ഈ ആർത്തിരമ്പി വരുന്ന ജനക്കൂട്ടത്തിൽ VD സതീശനും അതേപോലെ ഷാഫി പറമ്പിലും വരുന്ന ഒരു ജനക്കൂട്ടം തലയിലേറ്റി കൊണ്ടുവരുന്ന രംഗവുമാണ് മുന്നിൽ തന്നെ ചെറിയൊരു ഭാഗം കൊടുത്ത് പൂർണ്ണമായ രൂപം ഇതോടൊപ്പം കൊടുക്കുന്നു. നമ്മുടെ നായകൻ കടന്നു വരികയാണ്. ചുവപ്പ് മാറ്റി ത്രിവർണ്ണ കളറായി പേരാമ്പ്ര മാറുക മാത്രമല്ല, നമ്മുടെ പേരാമ്പ്ര ഒരു UDF MLA വാഗ്ദാനം ചെയ്യുന്ന ഒരു നിമിഷം കൂടിയാണ്. ഈ ഒരു മാറ്റത്തിലേക്ക് നമ്മൾ 3 മാസം മുമ്പ് ഒരുപാട് വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്തിന്റെ കണ്ണ് നമുക്ക് നഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ MP-യുടെ തല അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. അതിനൊക്കെ ജനം നൽകുന്ന പ്രതികാരമാണ് ഈ സദസ്സ് നമ്മളോട് വിളിച്ചു പറയുന്നത്. നിങ്ങൾ കാണിച്ച ദാർഢ്യവും വികാരവും പേരാമ്പ്രയുടെ മണ്ണിൽ ഞങ്ങളിതാ കുളിച്ചു കൂടുന്നു എന്നാണ് സങ്കല്പിക്കുന്നില്ല. എല്ലാവർക്കും ഈ അഭിവാദ്യങ്ങൾ ജയിക്കും. ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് സ്നേഹത്തോടെ ഒരു വാക്ക് പറയുന്നു. നിങ്ങൾ തിക്കിനെ സംബന്ധിച്ചും തള്ളിനെ സംബന്ധിച്ചും ഒക്കെ കൊടുത്ത ചില വാർത്തകൾ കണ്ടു. അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ലെങ്കിൽ ദയവായി ഈ തിക്കും തിരക്കിനെ സംബന്ധിച്ച് ഒരു വാർത്ത കൊടുക്കണമെന്ന് പ്രിയപ്പെട്ടവരോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ യാത്രയുടെ തിക്കും തിരക്കുമുണ്ട്. അത് നിങ്ങൾ വാർത്ത കൊടുത്ത തിക്കും തിരക്കുമല്ല. ഈ യാത്രയുടെ തിക്കും തിരക്കും ഈ യാത്ര മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോടുള്ള ജനങ്ങളുടെ ഐക്യപ്പെടലാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഈ യാത്ര എവിടെയും വിഭാഗീയത പ്രസംഗിക്കുന്നില്ല. ഈ യാത്ര എവിടെയും വർഗീയത പ്രസംഗിക്കുന്നില്ല. ഈ യാത്ര എവിടെയും വിദ്വേഷം പ്രചരിപ്പിക്കുന്നില്ല. ഈ യാത്ര കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രം പോകുന്ന ഒരു യാത്രയല്ല. ഈ യാത്ര നാടിനെ മുടിപ്പിക്കുന്ന ഒരു യാത്രയല്ല. ഈ യാത്ര സർക്കാരിന്റെ പണം ഉപയോഗിച്ച് നടത്തുന്ന PR എക്സസൈസിന്റെ സൃഷ്ടികളല്ല. ഈ യാത്ര സംസ്ഥാനം ഭരിക്കുന്ന ഒരാൾ 140 മണ്ഡലങ്ങളിലും ചെന്നാൽ അതിന്റെ പേരിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയന്ന് ആരെങ്കിലും ഏൽപ്പിച്ചു വിട്ടിട്ടുള്ള യാത്രയില്ല. ഇത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യാത്രയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ നാടിനോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന്റെ പ്രഖ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്ന യാത്രയാണ്. കണ്ടല്ലോ, ഈ 2 വീഡിയോയും കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ദേശാഭിമാനിക്കാർക്ക് വേറൊരു വാർത്തയും കിട്ടാനില്ല. അവരാകെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് ഇവിടെയും 1ാം ബലാത്സംഗ കേസിലും ജാമ്യം കിട്ടിയിരിക്കുകയാണ്. ഇതോട് കൂടിയിട്ട് അവരെല്ലാ തരത്തിലും മാനസികമായി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കള്ളക്കേസെടുത്ത് അദ്ദേഹത്തിന് അത് വെച്ചിട്ട് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള പോലെയുള്ള കേസാക്കി മാറ്റി വലിയ തോതിൽ പ്രചാരണമുണ്ടാക്കി അതിലൂടെ ഇത്തവണ ശബരിമല സ്വർണ്ണക്കൊള്ളയെല്ലാം മറയ്ക്കാമെന്നുള്ള പിണറായി വിജയന്റെ വ്യാമോഹത്തിന് ഏറ്റ തിരിച്ചടികളാണ് 3 ബലാത്സംഗ കേസുകളും. അതിലൂടെ അദ്ദേഹത്തെ നിരന്തരമായി കള്ളക്കേസിൽ കുടുക്കി വേട്ടയാടുന്നുള്ള കാര്യം ജനം അംഗീകരിക്കുകയും ജനം ഒറ്റക്കെട്ടായി രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുകയും ചെയ്തു. ഇത്തരം കള്ളക്കഥകളൊന്നും വിജയിക്കില്ല. ഇത്തരത്തിൽ പോലീസിനെ ഉപയോഗിച്ച് വേട്ടയാടുന്നതും ജനങ്ങൾക്ക് എതിരായി തീർന്നിരിക്കുന്നു. അപ്പോഴാണ് ഇത്തരം ഒരു കള്ളപ്രചരണമുണ്ടായി ഷാഫി പറമ്പിലിനെ എങ്ങനെയെങ്കിലും വേട്ടയാടാൻ വേണ്ടി ശ്രമിച്ചത്. അത് പൊളിഞ്ഞ് പാളി സൈദിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പ്രസംഗവും ഈ ജനക്കൂട്ടവും.